ഡോക്ടർ, ചില ആൾക്കാർക്ക് ഈ നടുവേദന വിട്ടുമാറാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ പുകവലി ശീലമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് അവർ സ്മോക്കിംഗ് കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതാണോ, അല്ല ശരിക്കും ഇതും ബാക്ക് പെയിനും സ്മോക്കിങ്ങും ബാക്ക് പെയിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്മോക്ക് ചെയ്യുന്നവരിൽ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കണ്ടന്റ് റിലീസ് ആവുന്നുണ്ട്. ഈ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ബോഡിയിലെ ഓക്സിജന്റെ അളവ് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് ഡിസ്കിനെ സാരമായിട്ട് ബാധിക്കുന്നു. അതായത് ഡിസ്കിന് കറക്റ്റ് ആയിട്ടുള്ള സർക്കുലേഷൻ എത്തായിക എന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഇതേപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്നവരിൽ നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് എന്താ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു കവറിങ് ഇതിനുണ്ട്. അപ്പോൾ ഈ ഡിസ്കിന്റെ മെട്രിക്സ്, അതായത് അതിന്റെ കൊളാജൻ സപ്ലിമെന്റിനും അത് ഡിസ്കിലെ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനൊക്കെ വളരെയധികം മോശം എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഡിസ്ക് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായും ഡിസ്ക് പെട്ടെന്ന് തേയ്മാനം വന്ന് ഡിസ്ക് ബൾജ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോപ്ടോസിസ് എന്ന് പറയും. അതായത് ബോഡിയിൽ നമ്മുടെ സെല്ലുകൾക്ക് ഒരു പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ആ സെല്ല് നശിഞ്ഞ് പുതുതായിട്ട് സെൽസ് വരും. ഈ സെൽ ഡെത്ത് കൂടുകയും പക്ഷെ റിപ്പയറിനുള്ള ചാൻസ് കുറയുകയാണ് സ്മോക്കേഴ്സിൽ സംഭവിക്കുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഭാഗമായി സ്വാഭാവികമായി പെയിൻ കൂടുകയും അതേപോലെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടുകയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പെയിന് ഫീൽ ചെയ്യുകയും ചെയ്യും.